ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഒരു ശാന്തമായ കാർഷിക ഗ്രാമത്തിൽ ഒരു സമ്പന്നനായ ഭൂ ഉടമ തൻ്റെ വയലുകൾ ഒക്കോ എന്ന വിശ്വസ്തദാസൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് പലപ്പോഴും യാത്ര ചെയ്തിരുന്നു. ഓരോ ദീർഘയാത്രയ്ക്ക് മുമ്പ് തൻ്റെ മണ്ണ് ഒരു വിശ്വസ്തൻ്റെ കൈകളിലാണല്ലോ എന്ന ഉറപ്പോടെ അയാൾ പോയിരുന്നു. ഒരിക്കൽ ഓക്കോയോട് പറഞ്ഞു, ഭൂമിയെ നന്നായി സംരക്ഷിക്കുക, അതെന്നെ മാത്രമല്ല നിന്നെയും മറ്റു നിരവധി ആളുകളെയും പോഷിപ്പിക്കുന്നതാണ്. ആദ്യ നാളുകളിൽ ഓക്കോ സത്യസന്ധമായി ജോലി ചെയ്തു. എല്ലാ വക കൃഷികൾക്കും അയാൾ മേൽനോട്ടം വഹിച്ചു. തൊഴിലാളികൾക്ക് കൂലി നൽകി. ധാന്യപ്പുരയിൽ വിളകൾ സൂക്ഷിച്ചു. എന്നാൽ 2 സീസണുകൾക്ക് ശേഷം വിദൂര ഗ്രാമത്തിൽ നിന്നുള്ള ചിലർ ഒരു വാഗ്ദാനവുമായി ഓക്കോയെ സമീപിച്ചു. ഭൂമിയുടെ ഒരു ഭാഗം യജമാനൻ്റെ അറിവില്ലാതെ കൃഷി ചെയ്യുവാൻ അനുവദിച്ചാൽ ഒക്കോയ്ക്ക് സ്വകാര്യമായി നല്ല പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അത്യാഗ്രഹം വിശ്വസ്തതയേക്കാൾ ഉച്ചത്തിൽ മന്ത്രിച്ചു. ഓക്കോ സമ്മതിച്ചു. തൻ്റെ പ്രവൃത്തികൾ മറച്ചു വയ്ക്കുവാൻ വെള്ളപ്പൊക്കവും കീടങ്ങളും വിളകൾ നശിപ്പിച്ചുവെന്ന് ഓക്കോ യജമാനനെ അറിയിച്ചു. ഒടുവിൽ യജമാനൻ തിരിച്ചെത്തുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അനധികൃതമായി സമ്പാദിച്ചതെല്ലാം തിരികെ വാങ്ങുകയും ഓക്കോയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. യജമാനൻ ഓക്കോയോട് പറഞ്ഞു, നീ എൻ്റെ ഭൂമി വിറ്റില്ല, പക്ഷേ എൻ്റെ വിശ്വാസം വിറ്റു. അവിശ്വസ്തതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ഫലം വിനാശമാണ്. അത്യാഗ്രഹത്തോടെ അവിശ്വസ്തത കാട്ടിയിട്ടുള്ള ആർക്കും അത് ഗുണകരമായിട്ടില്ല. ഒരു കാര്യസ്ഥൻ ആയിരിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ളൊരു ചുമതലയാണ്. വിശ്വസ്തരല്ലാത്ത ആർക്കും അത് കൃത്യമായി നിർവഹിക്കാനാവില്ല. ജീവിത മൂല്യങ്ങൾ അവഗണിക്കുന്ന ആർക്കും ഒരു യഥാർത്ഥ കാര്യവിചാരകനാവാനാവില്ല. വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്നവർ സത്യവും മറച്ചു വെക്കേണ്ടി വരും. അങ്ങനെ ജീവിത മൂല്യങ്ങളെ അവഗണിക്കുന്നതിലൂടെ മനുഷ്യത്വം നഷ്ടപ്പെട്ട വിരൂപികളായി അവർ തീരുകയാണ്. അത്യാഗ്രഹം എൻ്റെ വിശ്വാസം വിൽക്കുന്നതിന് തുല്യമാണ്. വിശ്വാസം വിറ്റതിൻ്റെ വിലയാണ് സ്വകാര്യമായി വാങ്ങുന്ന പ്രതിഫലം. അങ്ങനെ ചെയ്യുന്നത് നെല്ലിക്ക കൊടുത്ത് ചുണ്ടയ്ക്ക വാങ്ങുന്നത് പോലെയാണ്. വിലയേറിയത് നഷ്ടപ്പെടുത്തി വിലയില്ലാത്തത് വാങ്ങുക. അവിശ്വസ്തരായി നേടുന്നതൊന്നും ആർക്കും ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവർ ലോകത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുകയും ചെയ്യും. വിത്ത് കുത്തി കഞ്ഞി കുടിച്ചു എന്ന് പറയുന്ന അനുഭവമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ മേലാൽ കൃഷി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ് സംഭവിക്കുന്നത്. താൽക്കാലിക ലാഭം, ആത്യന്തിക നഷ്ടം. ഈ ലോകത്തിൽ നാം എല്ലാവരും കാര്യവിചാരകരാണ്. ഇവിടെ നമ്മുടെ കൈവശമുള്ളതൊന്നും നമ്മുടെ നേട്ടമല്ല, ലഭിച്ചതാണ്. ലഭിച്ചതെങ്കിൽ അവ എന്തിനായി നൽകപ്പെട്ടുവോ അതിനായി തന്നെ വിനിയോഗിക്കേണ്ടതാണ്. വിശ്വസ്തതയുള്ള ഗൃഹവിചാരകന്മാരായി ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വലിയ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ കർത്താവേ, ഞങ്ങൾ വിശ്വസ്തരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അവിശ്വസ്തതയിലൂടെയും അന്യായത്തിലൂടെയും യാതൊന്നും നേടുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ. വിശ്വസ്തതയോടുകൂടെ സത്യസന്ധതയോടുകൂടെ ഓരോ ദിവസവും ജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപ പകർന്ന് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.